നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ മാച്ചിൻ്റെ 14 ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് ഇന്ത്യൻ സമയം 1 മണിക്കും 1:45 ഒക്കെ ആയിട്ട് 2-3 മത്സരങ്ങളുണ്ട്. ബാക്കി കളികൾ നാളെ ഉണ്ടാകും. അങ്ങനെ കടുത്ത പോരാട്ടങ്ങൾ മിഡ് വീക്കിലും നടക്കുന്നു. എല്ലാ ഗെയിം വീക്കിന് മുമ്പും നമ്മൾ പ്രഡിക്ഷൻ നടത്താറുണ്ട്. പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ. ഇതിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ കളിയുടെ ആവേശത്തിൽ ടീമിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മളങ്ങ് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. കളിക്കളത്തിൽ 90 മിനിറ്റ് എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യം. ചിലപ്പോൾ പ്രവചനങ്ങൾ തെറ്റിയാലെന്താ, നമ്മളത് ആക്ച്വൽ റിസൾട്ട് എന്താണ്, നമ്മുടെ പ്രഡിക്ഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാറുണ്ട്. റാഫ് ടോക്സ് കൃത്യമായി കാണുന്നവർക്ക് ഇതൊക്കെ അറിയാം. എന്തായാലും ഇതാ മാച്ച് ഡേ 14 പ്രഡിക്ഷനിലേക്ക് കടക്കുന്നു. ഫുലാമും മാഞ്ചസ്റ്റർ സിറ്റിയും ബേൺമൗത്തും എവേർട്ടനും, ഇങ്ങനെ 2 കളികളാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് നടക്കുന്നത്. ആദ്യം നമുക്ക് ഫുൾഹാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും. തീർച്ചയായിട്ടും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കോച്ച് നടത്തുന്നുണ്ട്. പക്ഷെ മത്സരം നടക്കുന്നത് എവേ ഗ്രൗണ്ടിലാണ്. അതവർക്ക് തിരിച്ചടിക ആകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എങ്കിലും നമ്മുടെ പ്രഡിക്ഷൻ 1-നെതിരെ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി ഈ മത്സരം ജയിച്ച് കയറുന്നതാണ്. അതേ സമയത്ത് തന്നെയാണ് ബേൺമൗത്തും എവേർട്ടനും തമ്മിൽ കളിക്കുന്നത്. അപ്പം ഈ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബേൺമൗത്ത് 2-1 മത്സരം വിജയിക്കുമെന്നാണ്. പിന്നെ ഇന്ന് തന്നെയുള്ള അടുത്ത മത്സരം ന്യൂകാസിൽ യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിലാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:45, അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:45 ആ കളി നടക്കുന്നത്. ന്യൂകാസിലും ടോട്ടൻഹാമും ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോരാട്ടങ്ങളിൽ അതാണ്. ന്യൂകാസിൽ ടോട്ടൻഹാമിനെ പഞ്ഞിക്കിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3-1 ന്യൂകാസിൽ യുണൈറ്റഡ് വിജയിക്കും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. പിന്നെ കളികൾ നാളെ നടക്കുന്നു. നാളെ ഒരു പിടി മികച്ച പോരാട്ടങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതിൽ ആഴ്സണലിൻ്റെ കളിയുണ്ട്. ആഴ്സണലും ബ്രെൻഫോർഡും തമ്മിൽ കളിക്കുന്നു. വോൾസും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ കളിക്കുന്നു. ബേൺലിയും ക്രിസ്റ്റൽ പാലസും തമ്മിൽ കളിക്കുന്നു. ബ്രൈറ്റണും ആസ്റ്റൺ വില്ലയും തമ്മിൽ കളിക്കുന്നു. ഈ കളികളൊക്കെ നാളെ രാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണെന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നമുക്ക് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്കാണ് ഈ കളികൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയായിരിക്കും കളികളുടെ റിസൾട്ട്. ബ്രൈറ്റൺ വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടം. ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 2-0 ഈ കളി ബ്രൈറ്റൺ വിജയിക്കുമെന്നാണ്. ആസ്റ്റൺ വില്ലയ്ക്ക് പരാജയമായിരിക്കും ഈ മത്സരത്തിൽ സംഭവിക്കുക. അതേസമയം ബേൺലി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം അതേ സമയം തന്നെ നടക്കുന്ന ഒന്നാണ്. ആര് വിജയിക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടി നോക്കുന്നു. നമ്മുടെ ഒരു പ്രതീക്ഷ ഈ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുമെന്നാണ്. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഒരു 0-0 ആയിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. വോൾസ് വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരവും അതേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ആര് ജയിക്കും എന്നുള്ളതാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ശരിയാണ് ഈ സീസണിൽ ബുദ്ധിമുട്ടുന്ന ടീമാണ്, എന്നാൽ പോലും അവർ തിരികെ എത്തുന്നതിൻ്റെ സൂചനകളൊക്കെ നൽകിക്കഴിഞ്ഞു. സോ ഈ കളി 1-1 സമനിലയിൽ അവസാനിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. അതേസമയം തന്നെയാണ് ആഴ്സണലിൻ്റെ കളി നടക്കുന്നത്. അതായത് നാളെ രാത്രി 1 മണിക്കാണ് ആ ഒരു കളി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് ആഴ്സണലും ബ്രെൻഫോർഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തൊട്ടാൽ പൊള്ളുന്ന ഫോമിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്സണലിനെ പൂട്ടാൻ ബ്രെൻഫോർഡിനാകുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2-0 ഈ കളി ആഴ്സണൽ വിജയിക്കുമെന്നാണ്. അടുത്ത മത്സരം ആ കളി നടക്കുന്ന 1:45 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:45 ലീഡ്സ് യുണൈറ്റഡും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആഴ്സണലിനെ കഴിഞ്ഞ മത്സരത്തിൽ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും വരച്ച വരയിൽ നിർത്തുന്ന ചെൽസിയെ നമ്മൾ കണ്ടു. സോ ചെൽസി ഈ കളിയിൽ എന്ത് സംഭവിക്കും, ലീഡ്സിനെ പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. 1-2 ലീഡ്സിനെ ചെൽസി പരാജയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലിവർപൂളും സണ്ടർലൻഡും തമ്മിൽ അതേ സമയത്ത് തന്നെയാണ് കളി നടക്കുന്നത്. അതായത് വ്യാഴാഴ്ച പുലർച്ചെ 1:45 ഈ ഒരു കളി നടക്കുന്നത്. ലിവർപൂളും സണ്ടർലൻഡും തമ്മിലുള്ള പോരാട്ടം. ആ കളി പക്ഷേ 2-2 സമനിലയിൽ അവസാനിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. തീർച്ചയായിട്ടും ലിവർപൂളിൻ്റെ ആരാധകർക്ക് അതിനുള്ള എതിർപ്പൊക്കെ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ
ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഡിസംബർ 5 പുലർച്ചെ 1:30 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി നടക്കുന്ന കളി നമുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 മാഞ്ചസ്റ്റർ യുണൈറ്റഡും വെസ്റ്റ് തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. യുണൈറ്റഡിൻ്റെ ഒരു പ്രകടനം അത്ര കൺസിസ്റ്റൻ്റ് അല്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ പോലും വെസ്റ്റ് ഈ കളിയിൽ പരാജയപ്പെടുത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. സോ അതാണ് നമ്മുടെ മാച്ച് വീക്ക് 14 പ്രഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത പ്രഡിക്ഷൻസ് ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.